ആറളം ഗ്രാമപഞ്ചായത്തിൻ്റെ ബജറ്റ് അവതരണം ഇന്നായിരുന്നു നടന്നിട്ടുള്ളത്. എന്തായാലും അത്യാവശ്യം നല്ല വികസനത്തോടു കൂടിയുള്ളൊരു ബജറ്റാണ് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ കൂടെ വൈസ് പ്രസിഡൻറ്റും അടക്കമുള്ള ആളുകൾ നമ്മുടെ കൂടെയുണ്ട്. എന്തായാലും നല്ലൊരു ബജറ്റായിരുന്നു, നല്ലൊരു വികസനത്തിൻ്റെ തുടക്കം തന്നെയായിരുന്നു ഈ ഒരു ബജറ്റ്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന ഒരു മേഖലയാണ് ആറളം ഫാമിലെ ആൾക്കാർ. നമുക്ക് തോന്നുന്നു ഏഷ്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആദിവാസികൾ താമസിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെയാണ് നിരന്തരം ദുരിതങ്ങൾ ഉണ്ടാകുന്നത്. ആ ഒരു ദുരന്തം ഉണ്ടാകുമ്പം അവർക്ക് വേണ്ടി എന്താണ് ഈ ഒരു ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്? അവിടെ ഉള്ള ആദിവാസി വിഭാഗങ്ങൾക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്നത് ആനമതിലായിരുന്നു. അപ്പോൾ ആനമതിൽ സർക്കാർ തലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഫെൻസിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അടിക്കാട് വെട്ടുന്നതിനുള്ള തീരുമാനം ഇന്നലെ ജില്ലാ കലക്ടറുടെ കോൺഫറൻസ് ഹാളിൽ വെച്ച് തീരുമാനം എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ അവിടെ ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് കുടിവെള്ളക്ഷാമമാണ്. ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ബന്ധപ്പെട്ട ദുരന്ത നിവാരണ ഓഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് 1 കോടി ഇപ്പോൾ 45 ലക്ഷം രൂപ ഉപയോഗിച്ചുകൊണ്ട് എല്ലാ ബ്ലോക്കുകളിലും 6 ബ്ലോക്കുകളാണുള്ളത്. പുനരധിവാസ മേഖലയിൽ കുടിവെള്ള പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്, കുടിവെള്ളം വിതരണം ചെയ്യുന്നുണ്ട്. പിന്നെ 1 കോടി രൂപയുടെ പദ്ധതി ഗ്രാമപഞ്ചായത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെയായിരുന്നു ഈ യുവാക്കളെ ഒന്നടങ്കം നോക്കുന്നതായിരുന്നു കുട്ടികളുടെ കളിയുമായി ബന്ധപ്പെട്ടിട്ട് കളിസ്ഥലങ്ങൾ. അതുപോലെ തന്നെ യുവാക്കൾക്ക് വേണ്ടിയിട്ടുള്ള എന്താണ് മാറ്റിവെച്ചിട്ടുള്ളത്? യുവാക്കൾക്കും കായിക പരിശീലനത്തിന് വേണ്ടി, വിനോദത്തിന് വേണ്ടി നമ്മൾ ചെടിക്കുളത്ത് നമുക്ക് അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം നിർമ്മാണം പൂർത്തീകരിച്ച ഒരു കോർട്ടുണ്ട്. സ്വന്തമായിട്ട് ഒരു കളിസ്ഥലം നിർമ്മിക്കുക, എല്ലാവിധ സൗകര്യങ്ങളോടുകൂടി ഒരു സ്പോർട്സ് ക്യാമ്പസിന് ആവശ്യമായിട്ടുള്ള സ്ഥലം ഏറ്റെടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഈ ഭരണസമിതിയുടെ ഈ വർഷം തന്നെ, ഈ 26-27 വർഷം തന്നെ അതിനുള്ള ശ്രമം ആരംഭിക്കണം എന്നുണ്ട് നമുക്ക്. അതോടൊപ്പം തന്നെ കായിക മേഖലയ്ക്ക് യുവാക്കൾക്കും കുട്ടികൾക്കുമൊക്കെ ആയിട്ട് നമ്മൾ സ്കൂളുകളിൽ സ്പോർട്സ് കിറ്റ് വിതരണം ഉൾപ്പെടെയുള്ള മറ്റ് കേരളോത്സവത്തിലൂടെ കായിക മത്സരങ്ങൾ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ അതിൻ്റെ ഒട്ടും തിളക്കം കുറയാതെ തന്നെ നടപ്പിലാക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതുപോലെ തന്നെ ആരോഗ്യ മേഖല നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ ആരോഗ്യ മേഖലയിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം 2 ആയുർവേദ ആശുപത്രികൾ, ആറളം ഫാം FHC, ഹോമിയോ ഹോസ്പിറ്റൽ ആറളം ഫാമിലും വീർപ്പാടും ഉണ്ട്. നമുക്ക് ആരോഗ്യ മേഖലയിൽ ആറളം പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നല്ല ഒരു പ്രവർത്തനം, നല്ലൊരു നിലവാരം പുലർത്തുന്ന ഒരു ഗ്രാമപഞ്ചായത്താണ് ആറളം പഞ്ചായത്ത് എന്ന നിലയിൽ തന്നെ ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം തന്നെ നമ്മൾ നിലവിൽ ചെയ്തു കഴിഞ്ഞു. എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് ഈ വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ആവശ്യമായ നവീകരണമോ അത്തരം പദ്ധതികൾ രൂപകൽപ്പന ചെയ്യുന്നതാണ്. എന്തായാലും ഇപ്രാവശ്യത്തെ ഈ ബജറ്റിൽ എല്ലാവരും തൃപ്തിയാണ്. എന്തായാലും ആവശ്യമുള്ള വികസനങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ബജറ്റിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഉൽപ്പാദന മേഖല, നമുക്കറിയാം ഒരു കാർഷിക മേഖലയാണ്, ഒരു മലയോര കർഷകരുടെ ഒരു മേഖലയാണ് ആറളം പഞ്ചായത്ത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഉൽപ്പാദന മേഖലയിൽ കൃഷിക്കും അനുബന്ധ പ്രവർത്തനങ്ങൾക്കും പരിഗണന നൽകുന്നതോടൊപ്പം തന്നെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് അതോടൊപ്പം തന്നെയുള്ള പരിഗണന നൽകിക്കൊണ്ടാണ് ഈ വർഷം നമ്മൾ ഒരു ബജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത്. വാർഷിക പദ്ധതി രൂപീകരണത്തിനും ആ മാനദണ്ഡം തന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളുടെ ആത്യന്തിക ലക്ഷ്യം എന്നുള്ളത്, അല്ലെങ്കിൽ ഞങ്ങൾ ഹൈലൈറ്റ് ചെയ്യുന്നത് അടിസ്ഥാന സൗകര്യ വികസനവും ഉൽപ്പാദന മേഖലയ്ക്ക് ഊന്നൽ നൽകുക എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ എടൂർ ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണം, എടൂർ ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണത്തിന് വേണ്ടി ധനകാര്യ കമ്മീഷൻ ഗ്രാൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് 75 ലക്ഷം രൂപ ഫണ്ട് വകയിരുത്തണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഈ പ്രാവശ്യത്തെ തീരുമാനം. ഒപ്പം തന്നെ കാർഷിക മേഖലയിൽ വിവിധങ്ങളായ പദ്ധതികൾ ഞങ്ങൾ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ക്ഷീര കർഷകർക്ക് കാലിത്തീറ്റ സബ്സിഡിയും ഒപ്പം വളർത്തു മൃഗങ്ങളെ ഇൻഷുർ ചെയ്യുന്നതിന് സാമ്പത്തിക സഹായവും, പാലിന് പ്രത്യേകിച്ച് വേനൽക്കാലങ്ങളിൽ പാലിന് ഇൻസെൻറ്റീവ് കൊടുക്കുക എന്ന് തുടങ്ങിയ പദ്ധതികൾ ആ മേഖലയിലും, ഒപ്പം നെൽകൃഷിയുടെ പുനരുദ്ധാരണത്തിന് വേണ്ടിയും തരിശു ഭൂമിയുടെ കൃഷിയോഗ്യമാക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുള്ള പദ്ധതികളും ഈ വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നതാണ്. എന്തായാലും നിലവിൽ ഇപ്പോൾ എടൂർ ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾ കയറാത്തൊരവസ്ഥ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് ഈ ഷോപ്പിംഗ് കോംപ്ലക്സ് ഒക്കെ നിലവിൽ വന്നാൽ ബസ്സുകൾ കയറി അതൊരു നല്ലൊരു മേഖലയായിട്ട് മാറാൻ പറ്റുമോ? തീർച്ചയായും
കാരണം എടൂർ ബസ് സ്റ്റാൻഡിൻ്റെ ഷോപ്പിംഗ് കോംപ്ലക്സും അതിൻ്റെ ബസ് സ്റ്റാൻഡിൻ്റെ നിലവിലുള്ള ഘടനയും മാറുന്നതനുസരിച്ച് അത് ബസ്സുകൾ കയറുന്ന രൂപത്തിൽ തന്നെ അതിനെ നവീകരിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. എന്തായാലും ഇപ്രാവശ്യത്തെ ആറളം ഗ്രാമപഞ്ചായത്തിൻ്റെ ബജറ്റ് എന്തായാലും നല്ലൊരു വികസനം തന്നെയാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. നമ്മൾ ഈ ആറളം നോക്കുകയാണെങ്കിൽ ആറളം ഫാമിലെ ഈ ആദിവാസികളെ ആണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അവരായിരുന്നു ഈ ഒരു കാലയളവിൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിച്ചിട്ടുള്ളത്. എന്തായാലും അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ വികസന പരിപാടികളും എന്തായാലും ആറളം ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് വെക്കുന്നുണ്ട്. ആറളത്തു നിന്നും ക്യാമറമാൻ അഫ്ലുവിനൊപ്പം അബ്ദുൽ ബ്ലാത്തൂർ, ഏജാനറ്റ്. കണ്ണൂർ BMH കെയർ അറ്റ് ഹോം ഇനി മുതൽ ഒരൊറ്റ ഫോൺ കോളിൽ രോഗി പരിചരണം വീട്ടിലെത്തും. പരിചയസമ്പന്നരായ നഴ്സുമാരുടെയും ഡോക്ടർമാരുടെയും മറ്റ് വിഭാഗങ്ങളുടെയും സേവനം വിളിക്കൂ 9061 423 423. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കണ്ണൂർ. BMH അറ്റ് ഹോം 9061 423 423.